നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലാണ്. BJP നയിക്കുന്ന NDA മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ഡോക്ടർ പ്രതാപൻ സാറിന് മുന്നിലാണുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. വളരെ ശക്തമായൊരു മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത്. എതിർ രാഷ്ട്രീയ കക്ഷികളിൽ നിൽക്കുന്നവർ അവർ സ്ഥിരം രാഷ്ട്രീയക്കാരാണ്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുമല്ല. എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായത്? BJP വളരെ പ്രൊഫഷണൽസിനെ ഇലക്ഷൻ നിർത്തുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു കാർഡിയോളജിസ്റ്റ് എന്ന എന്നെ ഇതിലേക്ക് അവർ വിളിച്ചതും ഞാൻ ഇലക്ഷൻ നിൽക്കാൻ തയ്യാറായത്. ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനെന്ന് പറയുന്നപ്പം നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളെല്ലാം വീടാന്തരമുള്ള പരിചയവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതുപോലെ പരിചയം ജനങ്ങളുമായിട്ട് കുറഞ്ഞ് കഴിഞ്ഞ 29 കൊല്ലങ്ങളായിട്ട് ഹൃദ്രോഗ വിദഗ്ധനായി ജോലി ചെയ്യുന്ന എനിക്ക് ഇവിടെ പല ഭാഗങ്ങളിൽ, ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് മൂന്നാംകുറ്റിയാണ്, ഞാൻ പഠിച്ചത് മങ്ങാടാണ്, ഞാൻ കോളേജിൽ പഠിച്ചത് ഫാത്തിമ കോളേജിലാണ്, ഞാൻ പല സ്ഥലങ്ങളിലായി ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ട്. ആശ്രാമത്ത്, ബീച്ച് റോഡിൽ, നമ്മുടെ കാവൽ ജംഗ്ഷനിൽ, മൂന്നാംകുറ്റിൽ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ സ്ഥലം ഒരു പരിചിതമാണ്. ഞാൻ ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഏകദേശം 1997 മുതൽ 2001 വരെ ഹൃദ്രോഗ വിദഗ്ധനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഗികളും അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധം എനിക്ക് ഈ നാട്ടിൽ സുദൃഢമാണ്. എന്നെ സംബന്ധിച്ച് ഈ സ്ഥലം ഒരു അപരിചിതമല്ല. രാഷ്ട്രീയക്കാരിൽ അവരുണ്ടാക്കിയെടുക്കുന്ന ബന്ധം എനിക്കെൻ്റെ രോഗികളുമായിട്ടുള്ള ബന്ധത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ഇത്രയും കാലമുള്ള കഴിഞ്ഞതിനകത്തും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു അപരിചിതമായ സ്ഥലമല്ല. ഇത് പരിചിതമായത് എൻ്റെ പ്രൊഫഷനിലൂടെയാണ്, അവരത് പരിചിതമാക്കിയത് രാഷ്ട്രീയത്തിലൂടെയാണ്. ഇതിനെ രണ്ടിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയാവും. ഈ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് പറയാം. കൊല്ലത്തിന് ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖലയിലുണ്ട്. നാളിതുവരെ വന്ന ഗവൺമെൻറ്റുകൾ അത്തരത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കടലോര മേഖലയിൽ, തീരദേശ മേഖലയിൽ സാധാരണക്കാരും മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്നിടത്ത് അവരെ ഏത് രീതിയിലായിരിക്കും ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയായാൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും? നമ്മൾ കുടിവെള്ളം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് ഈ തീരദേശ മേഖല. അതിന് ചില പദ്ധതികൾ, ജൽജീവൻ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. 90% കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്, 10% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇത് വ്യക്തമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തുന്ന പരിപാടി നടപ്പിലാക്കാൻ എളുപ്പമായിരുന്നു. പലപ്പോഴും ഞാൻ കാണുന്നത് ഇത് നടപ്പിലാക്കുന്നതിൽ വല്ല ഡിലേ മാത്രമല്ല, ഇത് ആ 10% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോലുമുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്ത് പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റിന് വന്നാലും ഇവരത് അവരുടെ പദ്ധതിയാക്കി മാറ്റി അതിന് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പ്രധാന കാരണം BJPയുടെ റെപ്രസെൻറ്റേഷൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പം അത് ഒന്ന്. രണ്ടാമത്തത്, മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് സമയത്ത് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏകദേശം 6000 മുതൽ 8000 രൂപ വരെ കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാനൊരു നിയമസഭാ സാമാജികനായി എത്തിയാൽ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എമൗണ്ട് ഒരു സെൻട്രൽ കോൺട്രിബ്യൂഷൻ ഒരു 10,000 rupees ആഡ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ 2 മാസം. അപ്പോൾ നമുക്ക് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർക്ക് മാത്രമായി, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ, ഹൈ റിസ്ക് ജോബ് ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി കടലിൽ പോകുന്നവർക്ക് ഒരു ഹെൽത്ത് സിസ്റ്റം, അതായത് ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് പ്ലാൻ ചെയ്യണമെന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ ഈ മത്സ്യമേഖല രക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ തീരദേശ മേഖല രക്ഷപ്പെട്ടാൽ, നമുക്ക് അവരുടെ ജീവിതം മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഒരു മത്സ്യസമ്പത്ത്, നമ്മളുടെ എക്കണോമിക് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ ആമ സംരക്ഷണ പദ്ധതി മോശമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നത് ആക്ച്വലി ഒരു അസ്വാഭാവികമായും തെറ്റായൊരു കാര്യമാണ്. കാരണം ആമ സംരക്ഷണത്തിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഓഷൻ്റെ എക്കോസിസ്റ്റം നടക്കാത്തത്. അത് ഒരു ബാലൻസിങ് നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയിലും പോലെ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് മത്സ്യസമ്പത്ത് കയറ്റി അയക്കുന്നതിന് അവർക്കിഷ്ടമല്ലാത്തത്, അവർക്ക് ഇന്ത്യയിലുള്ള മത്സ്യസമ്പത്ത് വേണ്ട എന്ന് പറയുന്നത്. ഈ എക്കോസിസ്റ്റം വരുമ്പോഴത്തേക്കുണ്ടാകാവുന്ന പ്യൂരിറ്റി ഓഫ് ദ ഫിഷ് അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഇവരുടെ റിസ്ക് എലമെൻ്റ് കവർ ചെയ്യുക, ഇവർക്ക് ശുദ്ധജലം എത്തിക്കുക, ഇവർ
വഴി നമ്മുടെ എക്കണോമിക് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുക, ഇവർക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന റിസ്ക് കവർ ചെയ്യാനായിട്ടുള്ള ഹെൽത്ത് കവറേജ്, ഇത് മൂന്നുമാണ് എൻ്റെ മനസ്സിൽ തീരദേശ മേഖലയ്ക്കുള്ള കാര്യങ്ങൾ. പിന്നെ അവർക്ക് തന്നെ ആവാസ യോജന പദ്ധതി എന്നൊരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. അതായത് ഒരാൾക്ക് ജീവിക്കാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വഴി, അത് നമ്മളിവിടെ കേരളത്തിൽ അത് ലൈഫ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റിയത് അവരുടെ പദ്ധതിയാക്കി. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാത്തതുകൊണ്ട് അവിടെ എല്ലാം ഇവർ മതം എന്നൊരു സാധനം കൊണ്ടുവന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ എൻഡ് യൂസറിൻ്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മതം ഒരു വശത്തിരുന്നോട്ടെ, മതമല്ല ഇവിടുത്തെ പ്രശ്നം. മതമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയും MLA-മാർ, ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ള MLA-മാർ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ MLA-മാർ BJP-യുടെ മെമ്പേഴ്സാണ്. 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ BJP മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അത് ഈ മതം കൊണ്ടുവന്ന് ഇവരുടെ ബെനിഫിറ്റ് തടയുന്നതിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജാണ്. അത് ഇവർ സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർക്ക് നഷ്ടമുണ്ടാകുന്നത്. ഈ BJP-യുടെ ഒരു വരവ് കഴിഞ്ഞ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു നേതൃത്വമുണ്ട്, സംസ്ഥാന നേതൃത്വമുണ്ട്. ഇവരുടെ വരവിനെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഭയക്കുന്നത് കൊണ്ടല്ലേ ഈ ചില പദ്ധതികൾ പേര് മാറ്റുന്നതും ഒതുക്കാൻ ശ്രമിക്കുന്നതും അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതും? അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ. നമ്മൾക്കൊരു ഭയമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പദ്ധതികൾ കറക്റ്റായിട്ട് അവരുടെ പദ്ധതി അവരെയാണ്, ഇത് ഞങ്ങളെയാണെന്ന് പറയാത്തെന്താ? ഇവിടെ ഒരു ഗിമിക്കല്ലേ. സത്യം പറഞ്ഞാൽ പേര് മാറ്റി കളിക്കുക. അപ്പം ഞാൻ ഒരു നല്ല ഹൃദ്രോഗ വിദഗ്ധനാണെങ്കിൽ ആൻഡേഴ്സൺ വന്ന് പറയുകയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് ഞാനാണ് എന്ന് ആൻഡേഴ്സൺ വന്ന് പുറത്തു വന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ്. ആക്ച്വലി ചെയ്തത് ഞാനാണ്. അപ്പം ഇതൊരു ഗിമിക്കാണ്. ഈ ഗിമിക്കിനകത്ത് ഇവർ വീണു പോകുന്നു എന്നുള്ളതാണ്. അത് വീണു പോകാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയുമോ? ഈ മതം എന്ന സാധനത്തിനെ നമ്മളെ മുന്നിലേക്ക് എറിയുക. ഇതാണ് ഈ മതത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളറിയാതെ അതിനകത്ത് ഫ്ലാറ്റൻഡ് ആവും. അപ്പോൾ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു 100 നല്ല കാര്യങ്ങൾക്കിടയിൽ ഈ ഒരു നല്ല കാര്യം മതമാണ്, ഇവർ ഹിന്ദു മതത്തിൻ്റെ ആൾക്കാർ, അങ്ങനെയൊന്നും അല്ലത്. ഒരു സെക്കുലർ രാജ്യമാണ് ഇവിടെ നമ്മൾ ഭാരതം എന്ന ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യ എന്ന രാജ്യത്തെ സംരക്ഷണം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഇന്ത്യ വേണ്ടെന്ന് പറയുമോ? ഏതെങ്കിലും ക്രിസ്ത്യാനി പുറത്തു പോകുന്ന ഇവൻ ഇത്ര അമേരിക്കയിൽ പോയി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ പറയും ഞാൻ ഇന്ത്യൻ എന്ന് പറയുന്ന എത്ര പേരുണ്ട്. അവിടുന്ന് അമേരിക്കയിൽ പോയിട്ടും PR വേണ്ട എന്നും അവിടുത്തെ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് PR മതി, എനിക്ക് അവിടെ വേണം, താമസിക്കാം, ഐ ഡോണ്ട് വാണ്ട് എ സിറ്റിസൺഷിപ്പ് ഇൻ US എന്ന് പറയുന്ന എത്ര അമേരിക്കൻ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവർ ശരിക്കും ദേശീയത അവരുടെ ഉള്ളിലുമുണ്ട്. ഇവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഇതിനെ മതം എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം ദേശീയതയാണ് ഇവരുടെ മുഖമുദ്ര. BJP-യുടെ മുഖമുദ്ര ആക്ച്വലി 2 കാര്യങ്ങളാണ്: ദേശീയത, വികസനം. ഇത് രണ്ടുമാണ്. ആ ദേശീയതയാണ് നമ്മൾ മതമായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ നശിപ്പിച്ചത്. നമുക്ക് അഭ്യസ്തവിദ്യരായ ധാരാളം ചെറുപ്പക്കാരിവിടെയുണ്ട്, തൊഴിൽരഹിതരായിട്ടുള്ളൂ. അവർക്ക് ഡോക്ടറിന് ഈ ഒരു സ്ഥാനം കിട്ടിയ ഒരു MLA ആയി നിയമസഭയിലെത്തിയാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും ബാധിക്കുക? നമ്മൾ അഭ്യസ്തവിദ്യരായിട്ട് തൊഴിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ വികസനമില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. വികസനമില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് ഇന്ത്യയെ വിട്ട് പുറത്ത് ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്നതിൻ്റെ കാരണം തൊഴിലിന് വേണ്ടിയാണ്. ഇന്ന് നമ്മളെ നാട്ടിൽ ഇൻഫോ പാർക്കിൽ, ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ എടുത്ത് നോക്കിയാൽ ഒരുപാട് പേര് ഈ ഹൈടെക് ഈ സാധനങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ആൾക്കാരാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു നല്ല ശതമാനം പേര്, ഹൈദരാബാദിൽ താമസിക്കുന്ന നല്ല ശതമാനം പേർ. ഈ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആക്കാൻ പറ്റും, കൊല്ലത്തും അവൈലബിൾ ആക്കാൻ പറ്റും. കൊല്ലത്ത് ഇൻഫോ പാർക്കൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു വശം മാത്രമാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പണ്ടുണ്ടായിരുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ അത് ചെറുകിട സംരംഭങ്ങൾ, നമ്മളിപ്പം ഈ മുള വെച്ചുള്ള സാധനങ്ങൾ, കയറ് വെച്ചുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നൊരു ഭയങ്കര മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണം. അത് ഈ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് ഫണ്ടുകൾ അനുവദിച്ചിരുന്നു, പിന്നീട് അത് നിർത്തലാക്കി. അല്ലത് ശരിക്കും പറഞ്ഞത് നമ്മളത് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പിള്ളേരെ അല്ലെങ്കിൽ കൊച്ചു യുവാക്കളെ 3 തരത്തിലാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് ഇൻഫോ ടെക്നോളജി അതിൻ്റെ എല്ലാം ഭാഗം. രണ്ടാമത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിൽ സ്വയം ഇവർക്ക് തൊഴിൽ കണ്ടെത്താനും നല്ല വരുമാനം ഉണ്ടാക്കാനും അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു സാധനം. ഇതൊന്നും അതായത് ഈ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതിനിവിടെ പ്രത്യേക ഒരു വകുപ്പും ചെയർമാനൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു പ്രവർത്തനരഹിതമാണ്. അത് പ്രഹസനങ്ങളാണ്. ഈ ഖാദി, കരകൗശലം, ഇതൊക്കെ ഒരു പ്രഹസനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് അൺബിലീവബിളാണ്.
അപ്പോൾ സാധാരണക്കാരെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഇവിടെ വിചാരം എന്ന് വെച്ചാൽ രാഷ്ട്രീയം അറിയുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങി നടക്കുന്നവർക്ക് ഇതൊന്നും അറിയാവുന്നതാണ്. നമുക്കൊക്കെ അറിയാം. നമ്മളുടെയൊക്കെ ഒരു പ്രബലം എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പുറത്തിറങ്ങി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷനെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇവരുണ്ടാക്കി കഴിഞ്ഞൊരു സ്റ്റിഗ്മ ഇല്ലേ, സോഷ്യൽ സ്റ്റിഗ്മ. ഇത് അവൻ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു സോഷ്യൽ സ്റ്റിഗ്മ. ഇതാണ് പ്രൊഫഷണൽസ് മുന്നിൽ വന്ന് അവരുടെ പല കാര്യങ്ങളും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോകുന്നത്. ഇത് മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിമാണ് BJP പ്രൊഫഷണൽസിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. മാലിന്യ സംസ്കരണം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലേക്ക് പോകണം. കൊല്ലം നഗരം മൊത്തം ചീഞ്ഞു നാറുകയാണ്. കടലോര പ്രദേശങ്ങളിലും ഹാർബറിലൊക്കെ ചെല്ലുമ്പോൾ വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞുകൂടി അവിടെ വരുന്ന പട്ടികൾ, തെരുവ് പട്ടികൾ ആളുകളെ കടിച്ചു കീറുന്ന ഒരു കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടു. ഡോക്ടറിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോൾ ആളുകളുടെ നിലവിളി കേൾക്കുകയാണ്. കുട്ടികളെ അടക്കം തെരുവ് പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതിൽ നമ്മുടെ സർക്കാരുകളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ, നമ്മളിൽ നിന്നാണ്. അതിനകത്ത് എനിക്കൊരു ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എ ഹ്യൂമൻ എനിക്കൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റുകൾ മാത്രം ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ പുതിയ ഇവിടെ കോർപ്പറേഷനിനകത്തൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് അവർ ചെയ്തു നോക്കുന്നുണ്ട്. കറക്ഷൻ മെഷേഴ്സ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളും കൂടെ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി ഒരു എഡ്യൂക്കേഷനാണ് ആദ്യം വേണ്ടത്. മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളിലും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനകത്തുള്ള വ്യത്യാസമാണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കി. ഇതേ മലയാളി കേരളത്തിന് പുറത്തു പോയാൽ നമ്മൾ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എടുത്ത് അവൻ കളയത്തില്ല, അവൻ ഭാഗത്ത് എറിയും. അപ്പോൾ ആ വലിച്ചെറിയുന്ന ഒരു മനോഭാവം നമ്മളാണ് മാറ്റേണ്ടത്. അത് നമ്മൾ ഒരാൾ ഒന്ന് വലിച്ചെറിയും, വേറൊരാൾ വേറെ ഒന്ന് വലിച്ചെറിയും, കൂട്ടം വരുമ്പോഴാണ് ഇത് മാലിന്യമായി മാറുന്നത്. അത് നമ്മളും കൂടെ മാറണം എന്നുള്ളത്. അതിനകത്ത് ഒരു സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ഒരുപാട് പേരുടെ ഹൃദയം തൊട്ടറിഞ്ഞ മനുഷ്യനാണ്. ഹൃദയം തുറന്ന് അത് ശസ്ത്രക്രിയ നടത്തിയ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. ജനഹൃദയങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുകയാണ്. അവരൊരു ഹൃദയബന്ധുവായി മാറുകയാണ്. എന്താണ് വോട്ടഭ്യർത്ഥിക്കാനുള്ളത്? എന്ത് പറഞ്ഞാണ് വോട്ടഭ്യർത്ഥിക്കാനുള്ളത്? എനിക്ക് ആകെ പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഹൃദയ രക്തധമനികളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിൽ ഞാനൊരു നല്ല സ്ഥാനം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൃത്യമായ നാട്, എൻ്റെ നാടിൻ്റെ വികസനം. എൻ്റെ നാടെന്ന് വെച്ചാൽ സ്പെസിഫിക്കായിട്ട് ഞാൻ കൊല്ലം എന്ന് പറയുകയാണ്. കൊല്ലം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ സ്ഥലമായിരുന്നു പണ്ട് കൊല്ലം എന്ന് പറയുന്നതാണ് ആദ്യത്തെ തുറമുഖം, ആദ്യത്തെ എയർപോർട്ട്, ഏറ്റവും നല്ല വ്യവസായം, കശുവണ്ടി വ്യവസായം. ഇതെല്ലാം കൂടെ ചേർന്ന് കൊല്ലം ഒരു ശരിക്കും ഒരു നഗരമാണ്, അത്ഭുത നഗരമായിരുന്നു. ആ നഗരത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അതിൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ മാത്രമല്ല, നിങ്ങൾ പറയുന്നത് കൂടെ കേട്ട് അതൊരുമിച്ച് സമന്വയത്തിലൂടെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ നേതാവാകാനല്ല, നിങ്ങളിൽ ഒരാളാകാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ ആശയങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സംവാദിച്ച് അതിലൊരു തീരുമാനമെടുത്ത് ഏത് യുക്തം എന്ന് തോന്നുന്നത് നടപ്പിലാക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഒരു സബ്മിഷൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ട് വേണമെങ്കിൽ, ഒരു നേടിയെടുക്കണമെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങാനുള്ള ഒരു ധൈര്യമുള്ള മനുഷ്യനാണ്. ഫണ്ടെന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്നേ. അത് കൃത്യമായി വിനിയോഗിക്കുന്നതിനകത്തുള്ള രീതിയാണ് വ്യത്യാസം. നമ്മൾ എവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അത് കാൽക്കുലേറ്റഡ് ആകണം, അതിൻ്റെ ബെനിഫിറ്റ് എൻഡ് യൂസർക്ക് എത്തണം. ഇതാണ് എൻ്റെ പോയിന്റ്. നമ്മൾ സാധനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്തല്ല. ഞാനൊരു 10 കാറ് വാങ്ങിച്ച് എൻ്റെ വീട്ടിലിടുന്നതിനകത്തല്ല. എനിക്കൊരു കാറേ ആവശ്യമുള്ളെങ്കിൽ ആ കാറ് മാത്രം പോരാ, എനിക്ക് ഡ്രൈവറും പെട്രോളും വേണമെന്ന് ഞാൻ ചിന്തിക്കുന്ന ആളാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ 24 മണിക്കൂറും ഉപയോഗപ്രദമാക്കി മാറ്റി അൺനെസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിളായിരിക്കുള്ളത്. അതെനിക്ക് പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും ഞാൻ അങ്ങനെ. നമ്മൾ ഇതൊന്നും വാങ്ങിച്ചു കൂട്ടുന്നതിനകത്ത് കാര്യമില്ല. കാണാൻ ഭംഗി ഉണ്ടാക്കുന്നതല്ല പ്രധാനം. ഉപയോഗപ്രദമായ രീതിയിൽ വസ്തുവകകളെ ഉപയോഗിച്ച്
നാടിന് സാമ്പത്തിക ചിലവ് കുറച്ചുകൊണ്ട് ഭദ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നോക്കേണ്ടത് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സാണ്. ചിലവാക്കുന്ന എളുപ്പമാണ്, പക്ഷെ ഇത് ഇഫക്റ്റീവായിട്ടാണോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എന്തിനാണ് ഇത്രയും, ഞാനൊരു കഞ്ചൂസാണ്. കഞ്ചൂസ് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അൺനെസറി. ഞാനൊരു പാവപ്പെട്ട ഒരാളിൻ്റെ, ഞാനൊരു മനോരമ ഏജൻറ്റിൻ്റെ മകനായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ സാധാരണക്കാരനായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ഗോൾഡൻ സ്പൂണുമായിട്ട് ജനിച്ച ഒരാളല്ല, ഞാൻ അവരിലൊരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ സ്കൂളിലോ എൻ്റെ നാട്ടിൻ പുറത്തോ ചെല്ലുമ്പം എനിക്ക് ഇപ്പോഴും എന്നെ സ്വീകാര്യതയോടെ അവർ കണക്കാക്കുന്നെങ്കിൽ അതിന് കാരണം ഞാൻ അവരിലൊരാളാണെന്ന് അവർക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഞാൻ